സർഗകൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രഹ്മജ്ഞ സംവാദം എന്ന ഉപനിഷത്ത് കഥയുടെ 4-ാം ഭാഗം കേൾക്കാം. സമർപ്പണം PMN നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. യാജ്ഞവൽക്യന്റെ ഈ വിധത്തിലുള്ള മറുപടികളെ കേട്ടിട്ട് കഹോലകൻ പിന്നീട് അധികമൊന്നും ചോദിക്കാതെ സംവാദത്തിൽ നിന്നും പിന്മാറി. എന്നാൽ അതുവരെ ആ സഭയിൽ നടന്നതെല്ലാം സശ്രദ്ധം വീക്ഷിക്കുകയായിരുന്നു തപസ്വിനിയായ ഗാർഗി. വജജ്ഞുവിന്റെ പുത്രിയായ ഗാർഗി ശാസ്ത്രബോധത്തിലും സദാചാരനിഷ്ഠയിലും അങ്ങേയറ്റം ഉന്നത നിലയിലുള്ള അത്ഭുത പ്രതിഭാസമായിരുന്നു. ഇത്രയധികം പാണ്ഡിത്യമേറിയ ഒരു സ്ത്രീ അക്കാലത്ത് അപൂർവ വ്യക്തി തന്നെയായിരുന്നു. ബ്രഹ്മനിഷ്ഠന്മാരിൽ താനാണ് കേമനെന്ന് തെളിയിക്കുന്നതിനും യാജ്ഞവൽക്യനെ ശാസ്ത്ര സംവാദത്തിൽ പരാജയപ്പെടുത്താനുമുള്ള ബ്രാഹ്മണ പണ്ഡിതന്മാരുടെ കഠിന ശ്രമങ്ങൾ നിഷ്പ്രയോജനങ്ങളാകവെയാണ് ഗാർഗിയുടെ രംഗപ്രവേശനം. ഒറ്റ വാക്കാൽ ഉത്തരം പറയേണ്ടുന്ന അനേകം ചോദ്യശരങ്ങളെ ഗാർഗി തുടരെ തുടരെ യാജ്ഞവൽക്യനെതിരെ തൊടുത്തുവിട്ടു. അതുകേട്ട് യാജ്ഞവൽക്യൻ വിസ്മയിച്ചുപോയി. ഗാർഗി ചോദിച്ചു, "അല്ലയോ യാജ്ഞവൽക്യ, ഈ കാണുന്ന ഭൂമി ജലത്തിൽ ഊടും പാവും പോലെ വ്യാപിച്ചിരിക്കുകയാണെങ്കിൽ ജലം എന്തിൽ വ്യാപ്തമായിരിക്കുന്നു?" യാജ്ഞവൽക്യൻ പറഞ്ഞു, "വായുവിൽ." യാജ്ഞവൽക്യന്റെ മറുപടി ചോദ്യത്തേക്കാൾ വേഗതയുണ്ടായിരുന്നു. വായുവോ? അന്തരീക്ഷത്തിൽ. അന്തരീക്ഷ ലോകങ്ങളോ? ഗന്ധർവലോകങ്ങളിൽ. ഗന്ധർവലോകങ്ങളോ? ആദിത്യലോകത്തിൽ. ആദിത്യലോകങ്ങളോ? ചന്ദ്രലോകത്തിൽ. ചന്ദ്രലോകങ്ങളോ? നക്ഷത്രലോകത്തിൽ. നക്ഷത്രലോകങ്ങളോ? ദേവലോകങ്ങളിൽ. ദേവലോകങ്ങളോ? ഇന്ദ്രലോകങ്ങളിൽ. ഇന്ദ്രലോകങ്ങളോ? പ്രജാപതി ലോകങ്ങളിൽ. പ്രജാപതി ലോകങ്ങളോ? ഹിരണ്യഗർഭലോകത്തിൽ. ഹിരണ്യഗർഭലോകങ്ങളോ? അത് കേട്ടതോടെ യാജ്ഞവൽക്യന് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, "അല്ലയോ ഗാർഗി, നീ അതിരു കടന്ന് ചോദിക്കരുത്. ഹിരണ്യഗർഭ ലോകത്തിനപ്പുറം യുക്തിക്കോ അനുമാനത്തിനോ അവസരമില്ല. അത് ആഗമം കൊണ്ട് നേരിട്ടറിയേണ്ടതാണ്. അവിടെ ചോദ്യത്തിന് അർത്ഥമില്ല. അതിരു കടന്ന നീ അതിപ്രശ്നം ചെയ്യരുത്. സ്ഥൂല ശരീരത്തിന് അറിയാൻ കഴിയാത്തതിനെ നീ അറിയാൻ ഇപ്പോൾ ആഗ്രഹിച്ചാൽ അത് നിന്റെ മരണത്തിനിടയാക്കും. അതിനാൽ നിന്റെ തല ഭൂമിയിൽ പതിക്കാനിടയുള്ള ചോദ്യത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ പിന്തിരിയുകയാണ് നിനക്ക് നല്ലത്." ഉശസ്ഥൻ രംഗം വിട്ട ശേഷം കൗശീതകന്റെ പുത്രനായ കഹോലകൻ ഒരു സംവാദത്തിന് തയ്യാറായി വന്നു. കഹോലകൻ ചോദിച്ചു, "എല്ലാറ്റിനും ഉള്ളിൽ ആത്മാവ് എങ്ങനെയാണിരിക്കുന്നത്?" അതിന് യാജ്ഞവൽക്യൻ കൊടുത്ത മറുപടി, "വിശപ്പ്, ദാഹം, കാമം, മോഹം, ജര, മരണം ഇവയെ അതിജീവിക്കുന്നതാണ് സർവാന്തര്യാമിയായ ആത്മാവ്. ആത്മാവിനെ അറിഞ്ഞവർക്ക് ലോകസുഖങ്ങളിലും പുത്രമിത്ര ധനധാന്യാദികളിലും ആഗ്രഹം ഉണ്ടാകുകയില്ല. അവർ ആത്മാവിനെ അറിഞ്ഞിട്ട് മൗനിയായിട്ടിരിക്കും." അത് കേട്ടപ്പോൾ ഗാർഗി വല്ലാതെ ഭയപ്പെടുകയും എല്ലാ ചോദ്യങ്ങളിൽ നിന്നും തൽക്കാലം പിന്തിരിയുകയും ചെയ്തു. മാത്രമല്ല, യാജ്ഞവൽക്യന്റെ വാക്കുകൾ ഫലിക്കാതിരിക്കാൻ ഗാർഗി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. ഗാർഗി പിന്തിരിയുന്നത് കണ്ട് അരുണപുത്രനായ ഉദ്ദാലകൻ സഭാതലത്തിലിറങ്ങി. പണ്ഡിതന്മാർക്ക് കൂടി പേടി സ്വപ്നമായിരുന്ന ഉദ്ദാലക മഹർഷി വാഗ്വാദത്തിന് തയ്യാറായി വന്നപ്പോൾ ജനക മഹാരാജാവിന്റെ സഭയാകെ കോരിത്തരിച്ചുപോയി. ഗാർഗിയുടെ അറിവ് അപാരമാണ്. യാജ്ഞവൽക്യനോട് ഇനിയും പലതും ചോദിക്കണമെന്നും ആത്മീയ സംവാദം തുടരണമെന്നും ഗാർഗിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അധികം ചോദിച്ചാൽ തല പതിക്കുമെന്ന് യാജ്ഞവൽക്യന്റെ താക്കീത് ഗാർഗിയെ ചിന്താക്കുഴപ്പത്തിലാക്കി. ശരീരനാശത്തിൽ ലേശം പോലും ഭയം ഗാർഗിക്കില്ല. എങ്കിലും സഭയെ മാനിച്ച് തൽക്കാലം മിണ്ടാതിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഉദ്ദാലക മഹർഷിയുടെ പുറപ്പാട്. തികച്ചും ശാന്തനായി തന്നെ അദ്ദേഹം യാജ്ഞവൽക്യനോട് ചോദിച്ചു, "അല്ലയോ യാജ്ഞവൽക്യ,
മഹാപണ്ഡിതന്മാരുടെ ഈ സഭയിൽ ഏറ്റവും ശ്രേഷ്ഠനു വേണ്ടി ജനക മഹാരാജാവ് നീക്കിവെച്ച പശുക്കളെ നീ സ്വന്തമാക്കാൻ ശ്രമിച്ചു. അന്തര്യാമിയായ ആത്മാവിനെ അറിയാതെയാണ് നീ ബ്രഹ്മജ്ഞർക്കുള്ള പശുക്കളെ കൊണ്ടുപോകുന്നതെങ്കിൽ നിന്റെ തല തെറിച്ചു പോകും. അതുകൊണ്ട് എന്റെ ചോദ്യങ്ങൾക്ക് നീ ശരിയായ ഉത്തരം തരണം എന്ന് പറഞ്ഞ് ഉദ്ദാലകൻ താക്കീത് നൽകി. അതോടെ മഹാസഭ അടുത്ത സംവാദം കേൾക്കാൻ വീർപടക്കി കാത്തിരുന്നു. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.